ബഗ്ദാദിലെ പെണ്ണുങ്ങൾ വന്നുകൊണ്ട് റിഫായി ശേഖന്റെ ഉമ്മാനെ ഒന്ന് കളിയാക്കി. എന്ത് പറഞ്ഞിട്ടാ കളിയാക്കണത്? മോനെ മുടക്ക്, നിങ്ങൾ അവിടെ കളിയാക്കണ്ടേ, മുടക്ക്. ബഗ്ദാദിലെ പെണ്ണുങ്ങള് അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹുവിന്റെ ഉമ്മാനെ കളിയാക്കാം. എന്താ കളിയാക്കുന്നത്? കല്യാണം കഴിഞ്ഞ അങ്ങനെ ഒരു ഇടപാടുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 2-3 മാസമായ ഈ സ്ത്രീകൾക്ക് വലിയ ജിജ്ഞാസ, വയറിന്റെ മുഴുക്ക് നോക്കലോടൊന്നും തലമുറി പോക്കലോടൊന്നും. ആണുങ്ങൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇവന്നൊരു 3 മാസം കവറിന്താൽ അടുത്ത വീട്ടുകാരെത്തി വന്നുകൊണ്ട് ചോദിക്കും, അല്ല വല്ല വിശേഷം വല്ലതുണ്ടോ, വിശേഷം വല്ലതുണ്ടോ എന്ന് ചോദിച്ചാൽ ആർ യു പ്രഗ്നന്റ് എന്ന് ചോദിക്കുക. പക്ഷെ അത് മജാസായിട്ടായി പറയുന്നത്. വിശേഷം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിനക്ക് ഗർഭമുണ്ടോന്നാ. അതങ്ങ് മൊത്തം ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായി വിശേഷം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. മോഹൻലാലിന്റെ വിശേഷം അല്ലാതെ കേട്ടോ പോലെ, ആ വിശേഷമല്ല ഈ വിശേഷം. ആർ യു പ്രഗ്നന്റ്, നീ ഗർഭിണിയാണോ എന്നാണ് ചോദിക്കുന്നത്. അതിന് സ്ത്രീകളുടെ ഒരു വ്യംഗ്യമായ ഭാഷയാണ് വിശേഷം വല്ലതുണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ റിഫായി ശേഖന്റെ ഉമ്മ വെള്ളം പിടിക്കാൻ വേണ്ടി കിണറിന്റെ അടുത്തേക്ക് ചെന്നപ്പോ ആ ഭാഗത്തെ സ്ത്രീകൾ വന്നിങ്ങനെ പറയാൻ തുടങ്ങി, വയറിങ്ങനെ കുറച്ച് വീർത്തിട്ടുണ്ട്, റിഫായി ശേഖ് ഗർഭത്തില. അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞു, ആ നല്ലൊരു ആണാണോ പെണ്ണാണോ ഒരു സംശയമുണ്ട്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ഇടയിൽ ഒരു നാടൻ മസാല ഉണ്ട്. ഇവിടെ അല്ല പറഞ്ഞത്, ചില നാട്ടിൽ ഇവിടെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ചില സ്ത്രീകൾ ഗർഭം നോക്കി പറയാൻ വളരെ ബുദ്ധത്തെ, വയറ് കുറച്ച് നല്ലോണം വീർത്തു വന്ന പെണ്ണാണെങ്കിൽ പറയോ ഇത് ആൺകുട്ടി തന്നെ, അതുകൊണ്ട് അത്ര വയറ്, അല്ലെങ്കിൽ അസുഖങ്ങളുടെ അസുഖം കൊണ്ടാവും, അങ്ങനെ അതാ. പക്ഷേ ചിലവർ പറയും ആ വയറ് നല്ലോണുണ്ട് ആണെന്ന്. വയറ് ചുരുങ്ങിപ്പോയാൽ പറയും അത് പെണ്ണായിട്ടാ വയറ് ചുരുങ്ങിയത്. ഇതൊക്കെ നാടൻ മസലേട്ടോ. ഇതിനൊന്നും ശാസ്ത്രീയതയില്ല, ഇസ്ലാമിന്റെ അടിത്തറയില്ല. റിഫായി ശേഖന്റെ ഉമ്മാനെ കൊണ്ട് നോക്കിയിട്ട് ഈ പെണ്ണുങ്ങൾ പറഞ്ഞു, മകനാണോ മകളാണോ? തമാശ പറഞ്ഞതാ. ഔലിയാക്കളോട് തമാശ പറയരുത്, അവർ കാര്യപ്പെടുത്തും. ഉടനെ മറുപടി എവിടുന്ന്? വയറിന്റെ ഉള്ളിൽ നിന്ന് മറുപടി വന്നുപോയി. മകനോ മകനോ ചോദിച്ചു മകനാർ ആഹു നദിക്ക് ദൂരമൂ ചൊല്ലോവരൂ പശമേറും രാവിൽ നടന്നു പോകുമ്പോൾ കണ്ണീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവരൂ. ബഹുമാനപ്പെട്ട അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹുവിന്റെ ഉമ്മ അവിടുത്തെ ഗർഭത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു പോയി, അഹ്മദ് അൽ കബീർ റിഫായി, ഞാൻ ഔലിയാക്കളുടെ കുട്ടനായ അഹ്മദ് അൽ കബീറാണ് കൂട്ടം. നിങ്ങളെ ഗർഭത്തിന്റെ ഉള്ളിൽ റിഫായി ശേഖ് സംസാരിച്ചു പോയി. അത് പറയാൻ പറ്റുമോ മുല്ലാരെ? അങ്ങനെ മകനാ മകളാണ് പറയാൻ പറ്റുമോ മുസ്ലിയാരെ? ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയാണോ മകളാന്ന് പറയാൻ പറ്റുമോ? ജമാഅത്ത് ഇസ്ലാമിയുടെ മുജാഹിദീൻ സംശയമായിരുന്നു ഒരു കാലത്തെങ്കില്. 350 റുപ്യ കൊടുത്തിട്ട് കോഴിക്കോട്ടങ്ങാടി പോയിട്ട് ബേബിയിലോ അല്ലെങ്കിൽ കിംസിലോ സ്കാനിംഗ് സെന്ററിലോ പോയിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യലോ ലിംഗനിർണയം പറയൽ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് നിഷിദ്ധമാണ്. അതുകൊണ്ട് ലിംഗനിർണയത്തിന്റെ റിസൾട്ട് നിങ്ങളുടെ സ്കാനിൽ തടയപ്പെടും. എന്നാൽ അറിയുന്ന റേഡിയോളജിസ്റ്റിനറിയാം വയറിൽ കിടക്കുന്ന പെണ്ണിന് സ്കാൻ ചെയ്യുന്നു അതാണാണോ പെണ്ണാണോ സ്കാനിങ്ങിൽ അറിയാമല്ലോ. ആ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ലോകത്ത് 1000 കൊല്ലം മുമ്പ് വിളംബരം ചെയ്തത് അഹ്മദ് അൽ കബീർ റിഫായി മകനോ മകളോ ചോദിച്ചേറത്ത് മകനാർ ആരുമതിക്ക് ദീപന്നു ചൊന്നവരൂ. ഈ നിലക്ക് ലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന സകല കണ്ടുപിടുത്തങ്ങളും എല്ലാ പുരോഗമനങ്ങളും എല്ലാ കണ്ടുപിടുത്തങ്ങളും എല്ലാ അവകാശങ്ങളും അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്ക് അധീനപ്പെട്ടതാണ്. പിന്നീട് ഔലിയാക്കളിലേക്ക് അമ്മ കൊടുത്തതാണ്. അല്ലാതെ ഔലിയാക്കൾ കോപ്പറാട്ടി കാണിച്ചവരല്ല. സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ പുരോഗതിക്കെതിരുന്നവരല്ല. അവർ വിവരമില്ലാത്തവരല്ല, വിദ്യാഭ്യാസമില്ലാത്തവരല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ഖുർആൻ പഠിക്കണം. ഉമ്മമാരെ ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, ഔലിയാഇന്റെ ചരിത്രം പഠിക്കണം, അംബിയാഇന്റെ മാർഗം പഠിക്കണം, സാലിഹീങ്ങളുടെ മാർഗത്തിലേക്ക് കടക്കണം. നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കണം.
നബിദിനം വരുന്നു, ഞാൻ നിർത്തുകട്ടോ, നിർത്തി. നബിദിനം വരുന്നു അല്ലേ? ഇപ്പോഴും ചിലവർക്ക് പിടിക്കുന്നില്ല, മണം പിടിക്കുന്നില്ല. ശരിയല്ല. ഈ അടുത്ത ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വനിതാ സമ്മേളനം നടത്തി. കണ്ടില്ലേ? ഏഷ്യാനെറ്റിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് സ്പോൺസറുടെ പരിപാടി നടത്തിയത് ഞാൻ കണ്ടു. ഒരു പെണ്ണ് അവിടെ കയറി മൈക്കകത്ത് സ്റ്റേജിന്റെ മുകളില് 1.5 മണിക്കൂർ പ്രസംഗിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഓൾ കേരള വിമൻസ് അസോസിയേഷന്റെ വനിതാ അമീറത്ത്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു പെണ്ണിങ്ങനെ 1.5 മണിക്കൂർ മൈക്ക് പ്രസംഗിച്ചിട്ടുണ്ടോ? മൂല്യരെ മൗലിദ് കഴിക്കാൻ തെളിവുണ്ടോ? നബിദിനം കേൾക്കാൻ തെളിവുണ്ടോ? ഇത് ചോദിക്കുമ്പോ സുന്നികൾ പേടിക്കുക. തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്താ സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത പോലെ ഉണ്ടാ തിരിച്ചൊരു ചോദ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു നോക്ക്. അതെന്താ മൗലിദ് തെളിവുണ്ടോ? വർത്തത് ഓനറിയാണ്ടായി ചോദിക്കണേ. ഓനറിയില്ല, തെളിവുണ്ടോ തെളിവുണ്ടോ എന്നിട്ട് പോയി ചോദിക്കാം. നബിദിനം കേൾക്കാൻ തെളിവുണ്ടോ? ഉണ്ട്. ഓരോരാൻ തെളിവുണ്ടോ? ഉണ്ട്. മാലോരാൻ തെളിവുണ്ടോ? ഉണ്ട്. എല്ലാത്തിനും തെളിവുണ്ട്. ലോക മുസ്ലിങ്ങൾ അനുസരിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ വിവരമുള്ള എല്ലാവരുടെയും ജന്മദിനം ആഘോഷിക്കുന്നു. നിങ്ങൾ കണ്ടോ? ഈ അടുത്ത ദിവസം മഹാത്മാഗാന്ധിയുടെ ചരമദിനം ആഘോഷിച്ചു നമ്മൾ. ഒക്ടോബർ ഈ കഴിഞ്ഞു പോയ ദിവസം 30-ാം തീയതി മഹാത്മാഗാന്ധിയുടെ ചരമദിനം. നാഥുറാം വിനായക് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചുകൊണ്ട ദിവസം, ഭാരതീയരെ വേദനിപ്പിച്ച ദിവസം, ആ മഹാത്മാഗാന്ധിയുടെ ചരമദിനം എല്ലാവരും ആഘോഷിച്ചു. ഭാരത സ്നേഹമുള്ളവരൊക്കെ ആഘോഷിച്ചു. നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നു, മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. അല്ലേ? ഇത് ഞാൻ പറയുന്നത് ഇത് ഖുർആനും ഹദീസും ആയതുകൊണ്ടല്ല, ലോകത്ത് അറിയപ്പെടുന്ന ലോക ചരിത്രത്തെ സ്വാധീനിച്ച എല്ലാവരുടെയും ജന്മദിനങ്ങൾ അവരെ പ്രകീർത്തിക്കുക എന്നുള്ളത് ലോകത്തിന്റെ തന്നെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവം ഇസ്ലാം നേരത്തെ നമുക്ക് പരിചയപ്പെടുത്തി. അല്ലാഹു ബഹുമാനിച്ച മഹാന്മാരുടെ മതം പറയാൻ, അവരെ ആദരിക്കാൻ, അവരെ പ്രകീർത്തിക്കാൻ, അവരുടെ ജീവിതം വിശകലനം ചെയ്യാൻ, അതിലെവിടെയും ശിർക്ക് വരില്ല. റസൂലുള്ള ജനിച്ച ദിവസത്തെ ഒന്ന് ബഹുമാനിക്കുമ്പോഴേക്കും ശിർക്ക് കൊണ്ട് വരാൻ എന്താ കാറ്റത്തെ കൂടെ വരികയല്ലേ? പലപരാഗണം പോലെ ഈ സാധനം. അല്ലാഹുവിന്റെ റസൂലിനെ ജനിച്ച ദിവസത്തെ ബഹുമാനിക്കുമ്പോൾ ശിർക്ക് വരുന്നതിന് വരില്ല. അങ്ങനെ ഒരു സംഭവമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം, ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് പരമ്പരാഗതമായി ലോകത്തെ എല്ലാവരും ആദരിച്ച് അനുഷ്ഠിച്ചു വരുന്നത് സംവിധാന. ഇസ്ലാമതം ലോകത്തെ ഏറ്റവും പെർഫെക്റ്റ് മതമാണ്. ലോകത്തിന്റെ മുഴുവൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് സഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താണെന്നാ മനസ്സിലാക്കി? ചിലവർ മനസ്സിലാക്കി അന്ന് കുറച്ച് ആട ബിരിയാണി കൊടുക്കുക, ഒരു 4 കുട്ടികളെ കുറച്ച് കൊടിയും പിടിച്ച് ജാഥ നടത്തുക, കുട്ടികളുടെ പാട്ടും പ്രസംഗവും നടത്തുക, ഒരു മങ്കൂസ് മൗലിദ് ഓതുക, അതാണ് നബിദിനം. അല്ല, അതും നബിദിനത്തിന്റെ ഒരു ഭാഗം. അത് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ ജന്മദിനം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് പഠിപ്പിക്കുന്ന ദിനം പുതുക്കല.